വടക്കാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലെ ചെയർപേഴ്സണായി വടക്കാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട മിനി അരവിന്ദൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. വടക്കാഞ്ചേരി നഗരസഭയിലേക്കുള്ള ചെയർപേഴ്സണെ വോട്ടിംഗിലൂടെ തെരഞ്ഞെടുത്തു. LDFിന്റെ മിനി അരവിന്ദനാണ് ചെയർപേഴ്സൺ. UDFിലെ സിന്ധു സുബ്രഹ്മണ്യനാണ് എതിർ സ്ഥാനാർത്ഥി ആയിരുന്നത്. LDFിന് 22 വോട്ടും UDFിന് 18 വോട്ടുമാണ് ലഭിച്ചത്. BJP വോട്ട് ചെയ്യാതെ മാറി നിന്നു. റിട്ടേണിംഗ് ഓഫീസർ S ഇന്ദുലേഖയുടെ സാന്നിധ്യത്തിലാണ് വോട്ടെടുപ്പ് നടന്നത്. 42 ഡിവിഷനുകളിലെ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്ന് വടക്കാഞ്ചേരി നഗരസഭയിലെ ചെയർപേഴ്സണായി എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. വടക്കാഞ്ചേരി നഗരസഭ ചെയർപേഴ്സൺ എന്ന രീതിയിൽ മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും നാടിൻ്റെ വികസനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും തന്നെയാണ് ഈ ഭരണസമിതി ഏറ്റെടുക്കുന്ന കർത്തവ്യം അല്ലെങ്കിൽ ഏറ്റെടുത്ത ചുമതല. വളരെ നല്ല രീതിയിൽ അത് നിർവഹിച്ച് പോരുന്ന വടക്കാഞ്ചേരി നഗരസഭ സഖാവ് ശിവപ്രിയ സന്തോഷ് തുടങ്ങി വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ അതിന് ഒരു തുടർച്ച തന്നെയാണ് ഈ നാട് ആഗ്രഹിച്ചത്. അതിനുശേഷം സഖാവ് PN സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ അതിനൊരു തുടർച്ചയേകി മൂന്നാം തവണയും ജനങ്ങൾ ആഗ്രഹിച്ചത് അതിനൊരു തുടർച്ച തന്നെയാണ്. അതിനേക്കാൾ ഉപരി നമ്മളുടെ പ്രിയങ്കരനായ MLA സഖാവ് സേവർ ചിറ്റിലപ്പള്ളി ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ വടക്കാഞ്ചേരി നഗരസഭയോടൊപ്പം MP-യും ഇപ്പോൾ നമ്മളുടെ ഒപ്പം തന്നെയുണ്ട്. എല്ലാവരും ചേർന്നൊരു കൂട്ടായ്മ തന്നെ ഈ നാട് ആഗ്രഹിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനിയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് നമുക്ക് മുന്നേറുവാനായിട്ട് കഴിയുക. എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കാൻ അവരുടെ അവകാശങ്ങളെല്ലാം അത് അവരുടെ അവകാശം തന്നെയാണ്, ആരുടെയും ഔദാര്യമല്ല, ഓരോ മനുഷ്യൻ്റെയും അവകാശം തന്നെയാണ് ഈ നാട് ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ പ്രവർത്തിക്കാൻ നമ്മളെല്ലാവരും 42 ഡിവിഷൻ കൗൺസിലർമാരും ഈ നാടും ഒത്തൊരുമിച്ചാൽ ഈ നാടിൻ്റെ വികസനം നമ്മൾ കാണുന്നതിനേക്കാൾ, നമ്മൾ സ്വപ്നം കാണുന്നതിനേക്കാൾ അപ്പുറമാവും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസം നഗരസഭാ ചെയർപേഴ്സൺ എന്നുള്ള രീതിയിൽ എനിക്കുണ്ട്. തീർച്ചയായും നമ്മൾക്ക് എല്ലാവർക്കും ഒത്തൊരുമയോട് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു അധ്യക്ഷ പദവിയിലേക്ക് നിങ്ങൾ എത്തിച്ച നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.